കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഏറ്റുമാനൂരിന് ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ വലിയ വലിയ പ്രതീക്ഷകളുണ്ട് ഞങ്ങൾക്ക്. കാരണം നമ്മുടെ ഇവിടുത്തെ അവസ്ഥ, ഈ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ട്, വളരെ പരിതാപകരമായിട്ട് പോയിരിക്കുകയാണ്. അതിൽ നിന്നൊരു മോചനം എല്ലാ രീതിയിലും, വിദ്യാഭ്യാസപരമായിട്ടുള്ള രീതിയിലെ, മറ്റുള്ള സാമൂഹികപരമായിട്ടുള്ള രീതിയിലെ, മറ്റുള്ള എല്ലാ രീതിയിലുള്ള പ്രതീക്ഷകൾ ഞങ്ങൾ വെച്ചുകൊള്ളുന്നു. അതായത് ഏറ്റുമാനൂരിന് ഒരു യുവ സ്ഥാനാർത്ഥിയാണ് ആതിര ഡി നായർ. അപ്പോൾ ആതിര നിയമസഭയിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കും, ഒരു പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക്, അല്ലേ? അതെ അതെ അതെ, കണിച്ചായിട്ടും. എങ്ങനെയാണ് ഏറ്റുമാനൂരിൻ്റെ എന്തൊക്കെയാണ് വികസനങ്ങൾക്ക്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഏറ്റുമാനൂർ നേരിടുന്നത്? ഏറ്റുമാനൂരിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ വികസനം. ഇപ്പം ഞങ്ങളുടെ നാട്ടിലോട്ട്, ഞാൻ പേരു നിവാസിയാണ്, അവിടെ വന്നു കഴിഞ്ഞാൽ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് തന്നെ. ഈ മെയിൻ റോഡ് മാത്രമാണ് എന്തെങ്കിലും ഇച്ചിരി വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം നോക്കുക, നമ്മുടെ മാർക്കറ്റ് നോക്കുക, ഏറ്റുമാനൂർ മാർക്കറ്റ് നോക്കുക. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ റോഡ് നോക്കുക. അതുപോലെ ഓരോ സ്ഥലത്തും വളരെ മോശമായ രീതിയിലാണ് സംഗതി. വിശ്വാസത്തിനെയൊക്കെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് നടക്കുന്നത്. ഭഗവാന്റെ സ്വർണം വരെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിശ്വാസിയായ പെൺകുട്ടി, സാധാരണക്കാരൻ്റെ പ്രതിനിധി ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അതുകൂടി പ്രതീക്ഷയാകുന്നില്ലേ? കാണിച്ചാൽ 100% പ്രതീക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കിട്ട് അത് ഒരു വിഭാഗം വിശ്വാസികളെ മാത്രം, മറ്റുള്ള വിശ്വാസികളല്ല, ഒരു വിഭാഗം വിശ്വാസികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അത് നമുക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനൊരു മറുപടിയാവും ആതിരയുടെ, കണിച്ചായിട്ട് മറുപടി ആകും. അതിനൊപ്പം തന്നെ ഒപ്പം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കും. ഏറ്റുമാനൂരിൽ ഒരു ചെറിയ പെൺകുട്ടി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു, വമ്പന്മാരോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ടാണ്, വലിയ കരുത്തോടു കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു? നല്ല കാര്യം. ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ചെറിയ പിള്ളേർ മത്സരിച്ച് ജയിക്കട്ടെ, അവരും ഭരിക്കട്ടെ. അതെ, അതായത് യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഈ രംഗത്തേക്ക്, തീർച്ചയായിട്ടും നല്ല കാര്യം. അത് ആതിര സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്, NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട്. എങ്ങനെ കാണുന്നു? നമ്മൾ വിജയിച്ചു വരും. ആതിര വിജയിക്കണം. യുവ നേതൃത്വത്തിൽ നിന്ന്, യുവാക്കളുടെ നിരയിൽ നിന്ന് ഒരു പെൺകുട്ടി, അത് 25 വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഏറ്റുമാനൂര്? അതെ, ഞാൻ കണ്ടത് ഒത്തിരി അത് സന്തോഷമുണ്ട്. ഇതുപോലെ യുവതലമുറകൾ ഇനിയും വരട്ടെ. വിശ്വാസത്തെ കൂടി സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ആദരിക്കുന്നുണ്ട് അല്ലേ? അതെ, ഉണ്ട്. നമ്മുടെ സ്വർണവും ഭഗവാനെയും എല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ശബരിമലയിലെ. അതെ, യുവതലമുറകളൊക്കെ ഇനി മുന്നോട്ട് വരണം. ഇതുപോലെ BJP സ്ഥാനാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകട്ടെ, വിജയിക്കണം. ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ വമ്പന്മാരോട് പോരാടാൻ വളരെ കരുത്തോടുകൂടി ഒരു 25 വയസ്സുകാരി വന്നിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു നിങ്ങൾ? വനിതകൾ എങ്ങനെയാണ് ആതിരയുടെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? ഞങ്ങൾ വനിതകൾ ആതിരയുടെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. അതായത് യുവതലമുറ, പഴയ ആൾക്കാരൊക്കെ മാറി നിന്നിട്ട് യുവതലമുറയ്ക്ക് അവസരങ്ങൾ കൊടുക്കണം. അല്ലാതെ ഇപ്പം ഇവിടുത്തെ കോൺഗ്രസ് നേതാവിൻ്റെ പോസ്റ്റർ കണ്ടോ? 20 അല്ലെ 10, 30, 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പോസ്റ്ററാണ്. അത് അദ്ദേഹത്തിൻ്റെ 25 വർഷം മുമ്പുള്ള ഫോട്ടോയാണ്. ഇന്ന് അദ്ദേഹത്തിന് നിങ്ങൾ നേരിലൊന്ന് കാണും. അതുപോലല്ല, ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി റിയലാണ്, ചെറുപ്പക്കാരിയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, നർത്തകിയാണ്, സംഗീതജ്ഞയാണ്. അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉള്ള നല്ല മിടുക്കിയായ ഒരു കുട്ടിയാണ് NDA അവതരിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ ഒരു മാറ്റം കൊണ്ടുവരും. ആതിര ജയിച്ച് ഇവിടെ വികസനം നടപ്പാക്കും. മോഡിയുടെ അതായത് മാറ്റം അനിവാര്യമാണ്, മാറാത്തതും മാറുമെന്ന അതുണ്ടാകും, ഉറപ്പാണ്. വിശ്വാസത്തിനും കൂടെ വലിയ കോട്ടം സംഭവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മറുപടി ആവുമോ ആതിര? തീർച്ചയായിട്ടും. കാരണം വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അത് അവരവർക്ക് അവരുടെ വിശ്വാസം വരുന്നതാണ്. അപ്പോൾ അതിന് ദോഷം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പം ഉറപ്പായിട്ടും നമുക്കൊരു കരുത്താണ്. ഏറ്റുമാനൂരിൻ്റെ വികസനം അത് ഒരു വലിയ കാര്യമല്ലേ? അത് നടപ്പിലാക്കണ്ടേ? ഇത്രയും വർഷമായിട്ട്, 10-30 വർഷമായിട്ട് നടക്കാത്ത വികസനം ഇനി നടക്കണ്ടേ? തീർച്ചയായിട്ടും ഏറ്റുമാനൂരിൻ്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. NDAയുടെ ലക്ഷ്യം ഏറ്റുമാനൂരിൻ്റെ വികസനം തന്നെയാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയിലുള്ള ആതിര എന്ന വ്യക്തിക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും അത് സാധിക്കും.